കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെ എത്തിയ മന്ത്രി ബിന്ദുവിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖമാണെന്നും ബിന്ദുവിന്റെ മകന്റെ ജോലി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ഇന്നലെ വിശുചേട്ടനോട് വന്ന് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം. വിശുചേട്ടനോട് വന്ന് പറഞ്ഞ പോലെ എല്ലാം ചെയ്യും. ഒന്നും വേണ്ട. ഞാൻ ഇന്നലെ വിളിച്ചല്ലോ, മിനിസ്റ്റർ ഇന്നലെ സംസാരിച്ചല്ലോ, അമ്മയോടും പറഞ്ഞല്ലോ. അതെ, അമ്മയോടും മന്ത്രി സംസാരിച്ച ഓർമ്മയില്ലേ ഇന്നലെ? നിങ്ങളൊന്നും പിന്നില്ലേ? നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിയാണ് വേദനയോടെ കാര്യങ്ങൾ പറയുന്നത്. അമ്മയുടെ കണ്ണുനീർ ഇനിയും വറ്റിയിട്ടില്ല. മന്ത്രി ഇപ്പോൾ എത്തിയത് കുടുംബത്തിന് ആശ്വാസമായിരിക്കുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി പറഞ്ഞത്? എന്തായാലും ഈ സംഭവം നടന്ന ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ഈ മന്ത്രി എത്തുന്നത് എന്നതാണ്. ആ മന്ത്രി എത്തി നിലവിൽ മന്ത്രി പറഞ്ഞത് കുടുംബത്തോടൊപ്പം ഉണ്ട്, സർക്കാർ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ മന്ത്രിസഭ കൂടി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പറഞ്ഞത്. എന്തായാലും ഈ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ തങ്ങളുടെ ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. മകൻ്റെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. നമുക്കിപ്പോൾ കാണാം ബിന്ദുവിൻ്റെ അമ്മ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ ഇവർ ആ കുടുംബത്തോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അമ്മയോടും ചോദിക്കാം. അമ്മ, മന്ത്രി വന്നിട്ട് എന്താ പറഞ്ഞു? മന്ത്രി വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ആദ്യമേ ഭേദമാക്കി തരാം, രണ്ടാമത് എൻ്റെ മകനൊരു ജോലി സംഘടിപ്പിച്ച് തരാം, അതിനായിട്ടാണ് എൻ്റെ മകൾ ഓടി നടന്നത്, ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ വീട് നന്നാക്കി തരാം, അമ്മയ്ക്ക് എല്ലാ ആനുകൂല്യം തരാം, അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, സന്തോഷമായിരിക്കും പറഞ്ഞിട്ട് അവർ പോയി. എൻ്റെ മോള് ചതഞ്ഞറിഞ്ഞിട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ച് കൈപ്പറ്റാൻ ഇനി അനുവദിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനോട് കിട പിടിക്കാൻ എന്ത് കിട്ടും എനിക്ക്? എന്തായാലും അവർക്ക് ആ വേദനയിൽ നിന്ന് പൂർണ്ണമായിട്ടും അവരാരും തന്നെ മുക്തമാക്കിയിട്ടില്ല. നിലവിൽ ഒരു നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് തൻ്റെ മകൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വാങ്ങിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ല എന്നാണ് അമ്മ ഇപ്പോൾ പങ്കുവച്ചത്. നിലവിൽ ആ കുടുംബം ഉൾപ്പെടെ അകത്തുണ്ട്. ബിന്ദുവിൻ്റെ ഭർത്താവിനെ കണ്ടു, അതോടൊപ്പം തന്നെ മക്കളെ കണ്ടു. അതിനുശേഷമാണ് മന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയും കാര്യങ്ങളൊക്കെ ഒരുക്കിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇങ്ങോട്ടേക്ക് രാവിലെയോടുകൂടി മന്ത്രി എത്തിയത്. മന്ത്രി എത്തി ഈ കുടുംബത്തെ കണ്ടു, അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാമെന്ന ഒരു ഉറപ്പ് നൽകിയാണ് മടങ്ങിയത്. പക്ഷേ ജോലി സംബന്ധിച്ച കാര്യത്തിൽ കൃത്യമായൊരു മറുപടി മന്ത്രി പങ്കുവച്ചിട്ടില്ല. നിലവിൽ താൽക്കാലിക ജോലി നൽകുന്ന കാര്യം നേരത്തെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതാണ്. അതല്ല അവർക്ക് വേണ്ടത്. സ്വാഭാവികമായിട്ടും ഒരു സ്ഥിരമായ ജോലി അത് അവർക്കും കൂടി അനുയോജ്യമായൊരിടത്ത് നൽകണം എന്ന ഒരു ആവശ്യം കൂടിയാണ് പ്രധാനമായിട്ടും ആ കുടുംബം പങ്കുവച്ചത്. നിലവിലെന്തായാലും 3 ദിവസങ്ങൾക്ക് ഈ സംഭവം നടന്ന 3ാമത്തെ ദിവസം മന്ത്രി എത്തി എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാൻ കഴിയുക. ശരി ശ്യാം, തുടരുക. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഓക്കെ നല്ല വ്യക്തിയായിരുന്നു. ഞാനിപ്പോഴും പറയാം, നല്ല വ്യക്തിയായിരുന്നു. 100% സത്യത്തിന്റെ കൂടെ പുറത്തുള്ളൂ. ഞാൻ എന്തെങ്കിലും കൊലസ്റ്റ് പറഞ്ഞാലും എന്റെ ഭാര്യ
അതിനൊന്നും ഒരു ആണിനെ വ്യതിചലിക്കത്തില്ല. അത് സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഈ ടി വിക്കകത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ പോകുമല്ലോ, മണിലും പോകും, ടണലിനടിയിലും പോകും. അപ്പോഴും ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നതല്ലോ, എനിക്ക് മക്കളുണ്ടല്ലോ, അതിനെ രക്ഷപ്പെടുത്തിയോ കിട്ടിയോ എന്നുള്ള ഒരു ആവനാതി ജീവിക്കുന്ന അതാ ഞാൻ പറഞ്ഞ 100% സത്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. എൻ്റെ ഭാര്യയായിട്ടൊന്നും പറയല്ല, സത്യമായിട്ട് നാട്ടുകാർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ മരണം ഞങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ തീർച്ചയായും ഇപ്പം എൻ്റെ മനസ്സിൽ കൂടി എത്തത്തില്ല. മനുഷ്യർ ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് പറഞ്ഞത്. മക്കളുടെ അങ്ങനെയല്ല, മക്കൾക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും പക്വതയില്ല. കുടുംബം മന്ത്രി വീണ ജോർജിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ മന്ത്രിയോട് സംസാരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ ജോർജിന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമാണ്. ഞാൻ പ്രിയപ്പെട്ട ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ചേട്ടനെ കണ്ടു, അമ്മയെ കണ്ടു, മക്കളെ കണ്ടു, ബന്ധുക്കളെ കണ്ടു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. അത് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായിട്ട് ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖം കൂടിയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. എല്ലാ സഹായവും നൽകി കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പങ്കുവച്ചത്. നമുക്കിപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ തുടരുന്നുണ്ട്. ശ്യാം, ബിന്ദുവിന്റെ അമ്മ സംസാരിക്കുമ്പോഴും പറഞ്ഞിരുന്നത് ഈ കുടുംബത്തിന്റെ ആശ്രയം മകൾ ബിന്ദു ആയിരുന്നു, എപ്പോഴും ഓടി നടന്നിരുന്നത് മകന്റെ ജോലിക്കായിട്ടായിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി എത്തി, മന്ത്രിയുടെ വാക്കുകൾ ഇവർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അതിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടോ ഈ കുടുംബം? നിലവിൽ ഇപ്പോൾ മന്ത്രി എത്തി സർക്കാർ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന കാര്യം പങ്കുവെക്കുക ആയിരുന്നു ചെയ്തത്. നിലവിലിപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കുടുംബം ഉള്ളത്. എന്നാലും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ജോലി എന്നതാണ്. അക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നിലവിൽ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കുടുംബത്തിനൊപ്പം എന്ന് പറയുമ്പോഴും വി എൻ വാസവൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇപ്പോൾ താൽക്കാലികമായ ഒരു ജോലി നൽകുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നിലവിൽ മന്ത്രി പറഞ്ഞിട്ടില്ല. പക്ഷേ സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ട് എന്ന ഒരു ആശ്വാസ വാക്ക് ഇപ്പോൾ ഈ ദിവസം എത്തി മന്ത്രി പങ്കുവച്ചു. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ മന്ത്രി എത്തി അവരെ കുടുംബത്തെ കണ്ടു, അമ്മയെ കണ്ടു, അതോടൊപ്പം തന്നെ ബിന്ദുവിൻ്റെ ഭർത്താവിനെ കണ്ടു, അതോടൊപ്പം തന്നെ മറ്റ് മക്കളെയും ഒക്കെ കണ്ട് ബന്ധുക്കളെയും കണ്ട ശേഷമാണ് നിലവിൽ ഇവിടെ നിന്നും മന്ത്രി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. രാവിലെയോടുകൂടിയാണ് മന്ത്രി എത്തിയത്. മന്ത്രിക്കൊപ്പം പ്രദേശത്തെ CPM പ്രവർത്തകരും CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും ചേർന്നാണ് ഈ കുടുംബത്തെ കണ്ട് ഈ കാര്യങ്ങളടക്കം പങ്കുവെക്കുകയും ചെയ്തത്. ശരി ശ്യാം. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുടുംബത്തെ ആശ്വസിപ്പിച്ചിട്ടാണ് മന്ത്രി മടങ്ങിയത്. ജോലിയും ചികിത്സയും സംബന്ധിച്ചിട്ടുള്ള ഉറപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. നേരത്തെ താൽക്കാലിക ജോലി വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ നവനീത ജോലി വേണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തിമ തീരുമാനം മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷമായിരിക്കും ഉണ്ടാവുക. കുടുംബത്തിന്റെ ദുഃഖം തന്റെ ദുഃഖമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. അവർക്കൊപ്പം ഉണ്ടാകും എന്നൊരു ഉറപ്പ് കൂടി കൊടുത്തിട്ടാണ് മന്ത്രി പോയത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.